ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ചന്ദ്രബോസ് ശാരദാമ്മയുടെ വീട്ടിൽ വന്നിട്ട് പറയുക, ഈ കേസ് കിട്ടിയിരിക്കുന്നത് ചന്ദ്രബോസിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് ഇനി കളക്ടർ എന്നല്ല, സാക്ഷാൽ മജിസ്ട്രേറ്റ് വന്നാൽ പോലും ഈ കേസിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനാകില്ല. ഈ പറമ്പ് മുഴുവനായിട്ട് ഞാനങ്ങോട്ട് കുഴിക്കാൻ പോവുക. ഇപ്പോൾ കൈപ്പത്തിയല്ലേ കിട്ടിയുള്ളൂ. ഇനി നസീറിൻ്റെ ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കിട്ടുന്നത് വരെ ഞാൻ ഈ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കും. എല്ല് കഷ്ണം ഇറച്ചിയോടുകൂടി കടിക്കാൻ കിട്ടിയിരിക്കുന്നത് ഈ ചന്ദ്രബോസിനാണ്. അതുകൊണ്ടേ എൻ്റെ പകയും പ്രതികാരവും എല്ലാം ഞാൻ ഈ കേസിലങ്ങ് തീർക്കും. ചന്ദ്രബോസ് ഇങ്ങനെ പറയുന്നത് കേട്ട് ഗോപാലേട്ടനും ശാരദാമ്മയും പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുവാണ്. എന്നിട്ട് ചന്ദ്രബോസ് SI സോമശേഖരനോട് പറയുന്നു, എടോ, താൻ അവിടെ നിൽക്കുന്നവരുടെ എല്ലാവരുടെയും മൊഴി രേഖപ്പെടുത്തണോ. ആ കൈപ്പത്തി നായി കടിച്ചുകൊണ്ട് വന്നെന്ന് കണ്ട ആ കുമാരൻ്റെ മൊഴിയും രേഖപ്പെടുത്തണം. ഗോപാലേട്ടനെയും ശാരദാമ്മയും തുറിച്ച് നോക്കിയിട്ട് ചന്ദ്രബോസ് പറയാം, എന്നിട്ട് വേണം നമുക്ക് പണി തുടങ്ങാൻ. എന്നിട്ട് ചന്ദ്രബോസ് ഗോപാലേട്ടനോടും ശാരദാമ്മയോടും പറയുക, അടിക്കാൻ അറിയാവുന്നതിൻ്റെ കയ്യിലാ ദൈവം വടി കൊണ്ട് തന്നത്. അതുകൊണ്ടേ ഇനി മുതലുള്ള അടി മുഴുവൻ ഈ വീട്ടിലുള്ളവരുടെ ഉച്ചനെറുകയിലായിരിക്കും. അതുകൊണ്ടേ എല്ലാവരും കരുതിയിരുന്നോ. എന്നിട്ട് ആ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് മറ്റുള്ളവരുമായിട്ട്. ഈ സമയം രാഘവേട്ടനാണെങ്കിൽ വീട്ടിൻ്റെ വാതൊക്കെ നിൽക്കുന്ന ചെടിക്കൊക്കെ ഇങ്ങനെ ഓസ് വെച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുവാണ്. ആ സമയത്ത് വിഷ്ണു അങ്ങോട്ട് വരുന്നുണ്ട്. വിഷ്ണു ചോദിക്കുന്നു, ഈ ജോലിയൊക്കെ ഇപ്പോൾ അച്ഛനാണോ ചെയ്യുന്നത്? എത്ര നേരമെന്ന് വെച്ചാൽ മോനെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്? എൻ്റെ കയ്യും കാലും ഒക്കെ നനങ്ങട്ടടാ മോനെ എന്നിങ്ങനെ രാഘവേട്ടൻ പറയുമ്പോൾ വിഷ്ണു പറയാം, ചെയ്തതൊക്കെ മതി എന്നും പറഞ്ഞ് ആ ടാപ്പും അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് ആ ഓസ് വലിച്ചങ്ങോട്ട് മാറ്റിയിടുവാണ്. നീ ഇത് ഏത് വണ്ടിയിലാണ് വന്നേ? നിൻ്റെ മറ്റേ വണ്ടി എവിടെ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, അവർ ശരിയാക്കിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞതാ, വിളിച്ചില്ല, അവരെ ഒന്ന് വിളിക്കട്ടെ. അപ്പോൾ രാഘവേട്ടൻ വിഷ്ണുവിനോട് പറയാം, മോനെ, ഞാനവിടെ വന്ന വിവരവും നമ്മൾ തമ്മിൽ സംസാരിച്ച കാര്യമൊന്നും മോൻ ഫാമിയോട് പറയരുത്. നീ അമ്മയെ കാണാനായിട്ട് വന്നതാണെന്നുള്ള രീതിയിൽ മാത്രം സംസാരിച്ചാൽ മതി. അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, ഇപ്പോൾ ഞാനും അമ്മയും കൂടെ അത്ര വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുക. അതുപോലെ അങ്ങ് പോയാൽ പോരെ അച്ഛാ. അങ്ങനെയൊന്നും അല്ലടാ മക്കളെ, ഫാമ ഇപ്പം നിന്നെ കാണാനായിട്ടിരിക്കുക. മോൻ കാര്യങ്ങളൊക്കെ ഒരു മയത്തിലങ്ങ് സംസാരിച്ച് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ മുറ്റത്ത് നിൽക്കുവാണ്. ഈ സമയത്ത് സത്യാമ്മ അകത്തുനിന്ന് വരുവാണ്. വിഷ്ണുവിനെ കണ്ടതും സത്യാമ്മയ്ക്ക് വലിയ സന്തോഷത്തോടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട്. നീ എപ്പോൾ വന്ന് എന്നിങ്ങനെ വിഷ്ണുവിനോട് ചോദിക്കുന്നു സത്യാമ്മ. ഞാൻ ദേ ഇപ്പോൾ വന്നതേ ഉള്ളമ്മേ എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ, നീ അകത്തോട്ട് കയറിയിരിക്കും, നിനക്ക് ചായ എടുക്കാം. ഓ, ചായ വേണ്ട, എനിക്ക് കുറച്ച് വെള്ളം മതി. എങ്കിൽ നീ അകത്തോട്ട് കയറിയിരിക്കും എന്നിങ്ങനെ സത്യാമ്മ സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട്. സത്യാമ്മ അങ്ങനെ സ്നേഹത്തെ വിളിച്ചതും പറഞ്ഞതും വിഷ്ണുവിനെ അങ്ങോട്ട് വിശ്വസിക്കാനേ കഴിയുന്നില്ല. സാധാരണ സത്യാമ്മ അങ്ങനെ അല്ലല്ലോ. രാഘവേട്ടനപ്പോൾ പറയാ, കണ്ടില്ലേടാ ഫാമയുടെ മാറ്റം, ഒരുപാട് മാറിയടാ മോനെ നിൻ്റെ അമ്മ. പഴയ ഫാമയായിരുന്നെങ്കിലേ നീ ഇപ്പം പറഞ്ഞ കാര്യത്തിന് എന്തായിരിക്കും പറയുന്നത് എന്ന് നീ ഒന്ന് ഓർത്ത് നോക്ക്. എന്താടാ എൻ്റെ കൈകൊണ്ട് ചായ കുടിക്കരുതെന്ന് നിൻ്റെ കളക്ടർ ഭാര്യ പറഞ്ഞിട്ടുണ്ടോടാ എന്നായിരിക്കും ചോദിക്കുന്നത്. ഇപ്പം കണ്ട ഒന്നും മിണ്ടാതെ ചിരിച്ചുകൊണ്ട് അകത്തോട്ട് പോയത്. ഞാൻ പറഞ്ഞില്ലേ മക്കളെ, ഒരുപാട് മാറ്റമുണ്ടെന്ന്. പക്ഷേ വിഷ്ണു അതത്ര കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. അപ്പോൾ സത്യാമ്മ അകത്തുനിന്ന് വെള്ളം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടുവന്ന് വിഷ്ണുവിൻ്റെ കയ്യിലോട്ട് കൊടുക്കുവാണ്. എന്നിട്ട് സത്യാമ്മ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു, വന്നപ്പം മുതൽ അച്ഛനും മോനോട് കുശുകുശാന്ന വർത്തമാനമാണല്ലോ, എന്താ ഒരു രഹസ്യ സംഭാഷണം എന്നൊക്കെ സന്തോഷത്തോടാണ് ചോദിക്കുന്നത്. സത്യാമ്മയുടെ മുഖത്ത് ആ പഴയ പരിഭവമോ ദേഷ്യമോ ഒന്നുമില്ല. അപ്പോൾ വിഷ്ണു അങ്ങോട്ട് എഴുന്നേറ്റിട്ട് പറയും, അമ്മേ, അതല്ല, അച്ഛൻ ചോദിക്കുക, ഞാൻ എന്തിനാ വേറെ വീട്ടിൽ പോയി താമസിക്കുന്നതെന്ന്, ഇവിടെ വന്ന് നിന്നുകൂടെയെന്ന്. അപ്പോൾ സത്യാമ്മ സന്തോഷത്തോടെ പറയാം, അത് ശരിയല്ലേ, ഇവിടെ ഇപ്പോൾ ഞങ്ങൾ മാത്രമല്ല ഉള്ളു, വയസ്സായ ഞങ്ങളെ നോക്കേണ്ട നിന്റെ ഉത്തരവാദിത്തമല്ലേ. ഇവിടെ നിന്നെ ആരും വഴക്കൊന്നും പറയില്ല, നീ ഇവിടെ വന്ന് താമസിക്കുക. ഇങ്ങനെയൊക്കെ സത്യാമ്മ വലിയ സന്തോഷത്തോടാണ് പറയുന്നത്. അപ്പോൾ വിഷ്ണു ഇങ്ങനെ സത്യാമ്മയെ തന്നെ നോക്കുവാണ്. രാഘവേട്ടനപ്പോൾ വിഷ്ണുവിനെ കണ്ണുകൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പറ മോനെ പറ എന്നൊക്കെയാണ് കണ്ണുകൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ വിഷ്ണു സത്യാമ്മയോട് പറയാം, അതിപ്പോൾ അമ്മ, എൻ്റെ നിലപാട് ഞാൻ നേരത്തെ വ്യക്തമാക്കിയതാണല്ലോ. എൻ്റെ ഭാര്യയും മോളെയും അവിടെ തനിച്ചാക്കിയിട്ട് ഞാനിവിടെ വന്ന് താമസിക്കുന്നത് ശരിയാണോ? അത് കേട്ടിട്ട് രാഘവേട്ടൻ പറയാം, നീ എന്തൊരു വർത്തമാനമാടായി പറയുന്നത്? നീയും നിൻ്റെ ഭാര്യയും മകളും കൂടി ഇവിടെ വന്ന് താമസിക്കാനാ പറയുന്നത്, അല്ലാതെ കല്യാണം കഴിച്ച മകനെ നീ തന്നെ ഇവിടെ വന്ന് താമസിക്കാൻ ഫാമ പറയുമോ? അപ്പോൾ വിഷ്ണു പറയാം, എങ്കിൽ പിന്നെ അമ്മ പറയട്ടെ. വിഷ്ണു അങ്ങനെ പറയുമ്പോൾ സത്യാമ്മയുടെ മുഖത്തൊരു ചെറിയ സങ്കടമൊക്കെ വരുന്നുണ്ട്. പക്ഷേ ആ സങ്കടം ഉള്ളിലൊതുക്കി സത്യാമ്മ ചിരിച്ചു തന്നെ നിൽക്കുവാണ്. ഫാമ അതുതന്നെയാ പറഞ്ഞത്, അല്ലാതെ വേറെ ഒന്നും അല്ല. അപ്പോൾ വിഷ്ണു പറയാം, എങ്കിൽ എൻ്റെ ഒരു തീരുമാനം ഞാൻ പറയാം.
ഞാൻ വന്ന് താമസിക്കാം, പക്ഷേ അത് നമ്മളുടെ പഴയ വീട്ടിലായിരിക്കണം. ഞാനും ശാലിനിയും മക്കളും നമ്മളെല്ലാവരും ചേർന്ന് ആ പഴയ വീട്ടിൽ താമസിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം. വിഷ്ണു അങ്ങനെ പറയുമ്പോൾ സത്യാമ്മയ്ക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല. സത്യാമ്മയ്ക്ക് സങ്കടവും വരുന്നുണ്ട്, എല്ലാവരോടൊത്ത് ജീവിക്കണമെന്നുള്ള ആഗ്രഹവും ഉണ്ട്. ഉടനെ രാഘവേട്ടൻ പറയാം, അതിനെന്താ, ഇപ്പോൾ അങ്ങോട്ട് പോയി താമസിക്കണമെങ്കിൽ എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോയി താമസിക്കാം. എന്താ ഫാമേ, അതല്ലേ നല്ലത്, നമ്മുടെ സ്വന്തം വീട്, അതിപ്പം നമ്മുടെ പേരിൽ തന്നെ അല്ലേ, അപ്പം നമുക്ക് അങ്ങോട്ട് പോയി എല്ലാവരോടൊപ്പം ജീവിക്കാം. അപ്പോൾ പിള്ള അങ്ങോട്ട് വരുന്നുണ്ട്. പിള്ളയും ഇതൊക്കെ കേൾക്കുവാണ്. വിഷ്ണു അങ്ങനെ പറഞ്ഞപ്പോൾ സത്യാമ്മ ഒന്നും മിണ്ടാതെ കുറച്ചു നേരം ആലോചിച്ചിട്ട് അകത്തോട്ട് കയറി അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് കളക്ടർ ഓഫീസിൽ നിന്ന് അനു വിഷ്ണുവിനെ വിളിക്കുന്നുണ്ട്. വണ്ടി റെഡിയായില്ലേ, ശാലിനി മേഡം ഇവിടെ വന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ അനു പറയുവാണ്. അത് വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുത്തിരിക്കുക, അവരെ ഞാനൊന്ന് വിളിക്കട്ടെ, വണ്ടി റെഡിയാണെങ്കിൽ അത് എടുത്തുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് വിഷ്ണു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴമ്മ എന്താണെന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് പറയട്ടെ, ഇപ്പം ഞാൻ പോവാം, ഓഫീസിൽ നിന്ന് ഫോൺ വന്നിരുന്നു, എനിക്ക് ഉടനെ അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങുവാണ്. സത്യാമ്മ ഇങ്ങനെ വിഷ്ണു പോകുന്നതെന്ന് നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ രാഘവേട്ടൻ ചോദിക്കുന്നു, എന്താ ഫാമേ, നമ്മൾ പോവുമല്ലേ, നമുക്ക് അവിടെ പോയി താമസിക്കാം എല്ലാവരോടൊപ്പം എന്നിങ്ങനെ പറയുമ്പോൾ ഫാമ അകത്തോട്ട് കയറി അങ്ങ് പോവുകയാണ്. അപ്പോൾ പിള്ള സന്തോഷത്തോടെ പറയുക രാഘവേട്ടനുണ്ട്, രാഘവൻ സാറേ, പകുതി സമ്മതിച്ച ലക്ഷണമാണ്, ഇനി പകുതിയേ ഉള്ളൂ, അത് പതുക്കെ അങ്ങ് സമ്മതിക്കും. ഈ സമയം IG ഹമീദിൻ്റെ ഓഫീസിൽ ചന്ദ്രബോസ് വന്നിരിക്കുവാണ്. അവർ നസീറിനെ കാണാതായതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാണ്. അപ്പോൾ IG ഹമീദ് പറയുക, അബൂബക്കർ എൻ്റെ സ്നേഹിതനാണ്, പക്ഷേ ഇതുവരെയും നസീറിനെ കുറിച്ചുള്ളൊരു മറുപടി കൊടുക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ചന്ദ്രബോസ് പറയുന്നുണ്ട്, പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല സാറേ, പക്ഷേ നസീർ ലാസ്റ്റ് അവിടെ നിന്നാണ് ഫോൺ ചെയ്തതെന്നൊക്കെയാണ് അബൂബക്കർ പറയുന്നത്. പക്ഷേ തെളിവൊന്നുമില്ലാതെ എങ്ങനെയാണ് ചോദ്യം ചെയ്യുന്നത്? അല്ലെങ്കിൽ എനിക്ക് സാറിൻ്റെ പെർമിഷൻ വേണം. മുകളിലുള്ളവർ എന്നേക്കാളും കൂടിയവരാവുമ്പോൾ എനിക്ക് എൻ്റെ നില നോക്കിയല്ലേ പെരുമാറാനൊക്കത്തുള്ളൂ. സാർ ഒരു വാക്ക് പറഞ്ഞാൽ എല്ലാത്തിനെയും തൂക്കിയെടുത്ത് ഞാൻ അകത്തിടും. അപ്പോൾ IG ഹമീദ് പറയുന്നുണ്ട്, ഞാൻ അബൂബക്കറോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, അയാളും കൂടെ വരട്ടെ, എന്താ വേണ്ടതെന്ന് നമുക്ക് അപ്പോൾ തീരുമാനിക്കാം. ഈ സമയത്ത് അബൂബക്കർ അങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷേ അബൂബക്കർ ആകെ ഒരു സങ്കടഭാവത്തോടാണ് അങ്ങോട്ട് വരുന്നത്. താനിവിടെ ഇരിക്കി എന്നിങ്ങനെ IG ഹമീദ് പറയുമ്പോൾ, ഞാൻ ഇരിക്കുന്നില്ല സാറേ, എൻ്റെ സുഹൃത്തെ, നമ്മൾ തമ്മിലുള്ള ബന്ധമൊന്നും ഇതിൽ കണക്കാക്കണ്ട. ഒരു സാധാരണക്കാരൻ അവൻ്റെ മകനെ കാണാത്തതുള്ള അന്വേഷണം അത്ര മാത്രം മതി എന്നിങ്ങനെ അബൂബക്കർ പറയുമ്പോൾ ചന്ദ്രബോസ് പറയുക, വ്യക്തമായ തെളിവുകളൊന്നുമില്ലാതെ പിന്നെ എങ്ങനെയാ? അപ്പോൾ അബൂബക്കർ സങ്കടവും ദേഷ്യമൊക്കെ കലർന്ന് പറയാ, നിങ്ങൾക്ക് എത്രത്തോളം സമയം ഞാൻ തന്നു, എന്നിട്ട് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ അബൂബക്കർ ഇങ്ങനെ സങ്കടത്തോടെ പറയുന്നുണ്ട്. വിഷ്ണു, ശാരദ, ഗോപാലൻ നായർ, ഇവരെ 3 പേരെയും വെറുതെ വിടരുത്. ഇവരെ പിടിച്ച് ലോക്കപ്പിലിട്ട് ചോദിക്കേണ്ട രീതിയിൽ നല്ലതുപോലെ നിങ്ങളങ്ങോട്ട് ചോദിക്കുക. അപ്പോഴവർ പറയും എൻ്റെ മകനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. ഇനി നിങ്ങൾക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ വയ്യെങ്കിൽ പറ, ഞാൻ എൻ്റെ ആളുകളെ വെച്ച് അന്വേഷിച്ചോളാം. പിന്നെ ക്രെഡിറ്റും ചോദിച്ചോണ്ടേ കേരള പോലീസ് അങ്ങോട്ട് വന്നേക്കരുത്. ചന്ദ്രബോസ് പറയുന്നുണ്ട്, ഒരു കൈപ്പത്തി കിട്ടിയിട്ടുണ്ട്, അത് ഫോറൻസിക്കിന് അയച്ചിട്ടുമുണ്ട്, അത് നസീറിൻ്റെതാണെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. അത് വ്യക്തമാകാതെ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. അന്നേരം തെളിഞ്ഞാലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അബൂബക്കർ. അപ്പോൾ മുഖം നോക്കാതെ നടപടി എടുത്തിരിക്കും, അല്പം സാവകാശം താൻ എനിക്ക് താ എന്നൊക്കെ ഹമീദും പറയുവാണ്. ചന്ദ്രബോസ് അപ്പോൾ IG വീണ്ടും പറയുന്നുണ്ട്, സാർ എനിക്കൊരു ഓർഡർ താ, ഞാൻ എല്ലാത്തിനെയും തൂക്കിയെടുത്തുകൊണ്ട് പോയി പരിശോധിക്കും, എന്താണ് അവിടെ ഉണ്ടായതെന്ന് ഞാൻ അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കും, അങ്ങനെ ഇത് ഞാൻ പുറത്ത് കൊണ്ടുവരികയും ചെയ്യും. ഈ സമയം ശാലിനിയാണെങ്കിൽ അവളുടെ ഓഫീസിലിരുന്ന് ഫയലുകളൊക്കെ എന്തൊക്കെയോ നോക്കുന്നുണ്ട്. അപ്പോൾ വിഷ്ണു വാതുക്കെ ചെന്നിട്ട് ശാലിനിയെ നോക്കിയിട്ട് മേ എന്നൊക്കെ പറയാം, മേ കമിൻ പറയാൻ നോക്കുവാണ്. ശാലിനി അങ്ങനെ നോക്കിയിരിക്കുവാണ് വിഷ്ണുവിനെ. വിഷ്ണു അങ്ങനെ പറഞ്ഞിട്ടും ശാലിനി ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ വിഷ്ണു പറയാം, അകത്തോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കുക. അപ്പോഴും ശാലിനി ഒന്നും മിണ്ടുന്നില്ല. വിഷ്ണു പെട്ടെന്നൊരുമാതിരി ദേഷ്യത്തോടെ അകത്തോട്ടം കയറി വരുവാണ്. എന്നിട്ട് വിഷ്ണു പറയുന്നുണ്ട്, ഞാൻ വന്നത് ഒഫീഷ്യൽ കാര്യം പറയാനല്ല, ഒരു പേഴ്സണൽ കാര്യം പറയാനാണ്. അപ്പോൾ ശാലിനി ഒരു ചെറിയ പുഞ്ചിരിയോടെ വിഷ്ണുവോട് പറയുന്നുണ്ട്, ഇരിക്കാൻ. ഓ, അപ്പോൾ ഇരിക്കാം ഇല്ലേ എന്നും പറഞ്ഞ് വിഷ്ണു അവിടെ ഇരിക്കുവാണ്. വിഷ്ണു അങ്ങനെ കാര്യം പറയാനായിട്ട് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ പോലൊക്കെ കാണിക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് ശാലിനി ചോദിക്കുന്നു, അപ്പോഴെന്തോ ഗൗരവമുള്ള കാര്യമാണല്ലോ പറയാൻ വന്നിരിക്കുന്നത്. അത് അച്ഛൻ എന്നെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലോട്ട്, ആ പഴയ വീട്ടിൽ പോയി താമസിക്കുന്ന കാര്യമാണ് പറയുന്നത്.
അതെ, അമ്മയുടെ ആ പഴയ സ്വഭാവമൊക്കെ അങ്ങ് മാറി. അമ്മയുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ ചില മാറ്റങ്ങൾ കാണുന്നുണ്ട്. വളരെ സ്നേഹത്തോടെയാണ് അമ്മയുടെ സംസാരവും പെരുമാറ്റവും എല്ലാം. ഇതെല്ലാം ഇങ്ങനെ പറയുമ്പോൾ ശാലിനി വിഷ്ണുവിനെ തന്നെ ചിരിച്ചുകൊണ്ട് നോക്കിയിരിക്കുവാണ്. സത്യാമ്മ മാറിയെന്നുള്ള ചില സൂചനകൾ എനിക്കും കിട്ടി വിഷ്ണുവേട്ടാ. അങ്ങനെയുള്ള ഒരു സംഭവം ഞാൻ കണ്ടു. അതെന്ത് സംഭവമാണ് എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശാലിനി സത്യാമ്മ അവിടെ വന്ന് സത്യമക്കും പപ്പിക്കും അവലട ഉണ്ടാക്കി കൊടുത്തതുമൊക്കെ ശാലിനി വിഷ്ണുവിനോട് പറയുവാണ്. ശാലിനി വന്നത് കണ്ടുകൊണ്ട് മാറി നിന്നതും ശാലിനി സത്യാമ്മയെ കണ്ടതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശാലിനി പറയുവാണ്. അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, ഓ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇവിടെ നടന്നില്ലേ. അപ്പോൾ അമ്മയുടെ അറിവോടുകൂടിയാണ് അച്ഛനപ്പോഴെന്നെ വിളിച്ചതങ്ങോട്ട്. നമുക്കെല്ലാവർക്കും കൂടെ ആ പഴയ വീട്ടിൽ പോയി താമസിക്കാം എന്നിങ്ങനെ വിഷ്ണു ശാലിനിയോട് പറയുമ്പം ശാലിനിയും അത് സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കുന്നുണ്ട്. ശ്യാമയും രോഹിത്തും വിളിച്ചിരുന്നു, അവർ വരുന്നുണ്ട്, അവരും കൂടെ വന്നിട്ട് അവരോട് ആലോചിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ പോയി താമസിക്കാം എന്നൊക്കെ ശാലിനി പറയുമ്പോൾ ശ്യാമയുടെ ഫോൺ ശാലിനിക്ക് വരുന്നുണ്ട്. ശ്യാമയും രോഹിത്തും ഒരു ഓട്ടോറിക്ഷയിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുവാണ്. അന്നേരം ശ്യാമയോട് ശാലിനി പറയുന്നുണ്ട്, ശ്യാമയെ നീ വിളിച്ചത് നല്ല നേരത്താണ്. നമ്മളെല്ലാവരും കൂടി ആ പഴയ വീട്ടിൽ താമസിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നീ വിളിക്കുന്നത്. അതുതന്നെയാണ് കുഞ്ഞേച്ചി എൻ്റെ ആഗ്രഹവും. ഈ യാത്ര ഒരു ടൂർ മാത്രമായിരുന്നില്ല. ഞങ്ങൾ സകല ക്ഷേത്രങ്ങളിലും പോയി പ്രാർത്ഥിച്ചത് ഇത് മാത്രമാണ്. എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഒരു ജീവിതം, നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന ആ നാളുകളൊക്കെ വരുമോ കുഞ്ഞേച്ചി എന്നൊക്കെ ശ്യാമ ശാലിനിയോട് ചോദിക്കുന്നതൊക്കെ ഓട്ടോറിക്ഷയിൽ അടുത്തിരുന്ന് തന്നെ രോഹിത്ത് ഇതിലൊക്കെ കേൾക്കുന്നുണ്ട്. അതൊക്കെ വരും ശ്യാമേ, അതിൻ്റെ സൂചനകളൊക്കെ കിട്ടുന്നുണ്ട് എന്നിങ്ങനെ ശാലിനിയും പറയുവാണ്. എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് പോരെ എന്നൊക്കെ പറഞ്ഞ് ശാലിനി ഫോൺ കട്ട് ചെയ്യുവാണ്. വിഷ്ണുവേട്ട ശ്യാമയാണ് വിളിച്ചത്. ശ്യാമയും ഇക്കാര്യം തന്നെയാണ് സംസാരിച്ചത്. അങ്ങനെ സത്യാമ്മയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റം വന്നത് വിഷ്ണുവും ശാലിനിയും സമ്മതിച്ചിങ്ങനെ ഇരിക്കുവാണ്. അവിടെ കുടുംബശ്രീ ഹോട്ടലിൽ ശാരദാമ്മയും ഗോപാലേട്ടനും ശാരിയയും ഉണ്ട്. പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് ശങ്കരേട്ടനും ബാക്കി കുറേ ആൾക്കാരും ഉണ്ട്. ശങ്കരേട്ടനാണെങ്കിൽ ശാരദാമ്മയോട് ആ കുടിയൻ കുമാരൻ മൊഴി കൊടുത്ത കാര്യം പറയുവാണ്. അവൻ മൊഴി കൊടുത്തതാ ഇപ്പോൾ പ്രശ്നമായത്. അവൻ കണ്ട് എന്നല്ലേ അവൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്, അവൻ എന്താ അങ്ങനെ മൊഴി കൊടുത്തതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ. അത് ശാരദാമ്മ ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അത് അന്വേഷിക്കാൻ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരല്ലേ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിൻ്റെ പേരിൽ പോലീസുകാർ ഇവിടെ കയറി ഇറങ്ങി ഞരങ്ങും. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുകയും ചെയ്യും. നമ്മളെ കൊണ്ട് ഇവരെ തടുക്കാൻ പറ്റുമോ അതുമില്ല എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് 2-3 പോലീസ് ജീപ്പൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ ആ പോലീസ് ജീപ്പുകളെല്ലാം ശാരദാമ്മയുടെ മുറ്റത്തോട്ട് വന്നിറങ്ങിയിട്ട് IG ഹമീദും ചന്ദ്രബോസും വെളിയിലോട്ട് ഇറങ്ങുന്നുണ്ട്. അത് കണ്ടിട്ട് ശങ്കരേട്ടൻ പറയുന്നത്, അല്ലേലും ഈ പോലീസുകാരന്മാർക്ക് മുടിഞ്ഞ ആയുസാ. വേണ്ട, അവർ പറഞ്ഞതുപോലെ അതായി എത്തിക്കഴിഞ്ഞു. അപ്പോൾ ശങ്കരേട്ടനും ശാരദാമ്മയ്ക്കും നല്ല ടെൻഷനാവുന്നുണ്ട്. അപ്പോൾ ഹമീദ് നോക്കുമ്പോൾ ശാരദാമ്മയും ഗോപാലേട്ടനും ആൾക്കാരൊക്കെ ഇങ്ങനെ ഹോട്ടലിൽ ഇരിക്കുന്നുണ്ട്. ആ ഹോട്ടലിൽ നിന്ന് എല്ലാവരെയും പിടിച്ച് പുറത്താക്കടോ, ഇവരോടൊക്കെ അന്വേഷിക്കാനുണ്ട്. കുറച്ച് പേര് ഈ വീടിനകത്ത് കയറി നല്ലതുപോലെ പരിശോധിക്കുക. എന്തൊക്കെ എവിടെയൊക്കെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പോലീസുകാരോട് പറഞ്ഞ് അവരെ അങ്ങനെ 4 പാടും പറഞ്ഞു വിടുന്നുണ്ട്. അവരുടെ ആ വെപ്രാളവും രീതിയൊക്കെ കണ്ടിട്ട് ഗോപാലേട്ടൻ പറയുന്നത്, എന്തെങ്കിലും തെളിവ് കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ആകാമായിരുന്നു. ഇതിപ്പോൾ ഇതൊരു വലിയ കഷ്ടമായി പോയി സാറേ. ആ കൈപ്പത്തിയായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ IG ഹമീദ് ദേഷ്യത്തോടെ ഗോപാലേട്ടന് പറയാ, നിങ്ങളുടെ മകനാണെങ്കിലേ ഇയാളുടെ കുടുംബത്തിൽ ചെന്ന് അവിടുന്ന് ഒരു പെൺകുട്ടിയെ വിളിച്ചിറക്കിക്കൊണ്ടുപോയി കല്യാണം കഴിച്ചില്ലേ, അതെന്ത് ന്യായത്തിൻ്റെ പേരിലാണ്? അതിന് അതും ഇതുമായിട്ട് എന്ത് ബന്ധമാണ് സാറേ ഉള്ളത് എന്നിങ്ങനെ ഗോപാലേട്ടനും ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നിങ്ങനെ IG പറയുമ്പോൾ ശാരദാമ്മ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുവാണ്. ഗോപാലേട്ടന് നല്ല പേടിയുണ്ട്, പക്ഷേ കുറച്ച് ധൈര്യമൊക്കെ സംഭരിച്ചിങ്ങനെ നിൽക്കുവാണ്. പക്ഷേ ശാരദാമ്മയുടെ മുഖത്തെ ഭാവവ്യത്യാസങ്ങളെല്ലാം IG ഹമീദ് നോക്കുന്നുണ്ട്. കുറച്ച് വനിതാ പോലീസുകാരും വന്നിട്ടുണ്ട്. പിന്നെ ചന്ദ്രബോസിൻ്റെ കാര്യം പറയേ വേണ്ട, രണ്ടും കൽപ്പിച്ചുള്ള നിൽപ്പാണ്. ശാലിനിയോടും വിഷ്ണുവിനോടും സത്യാമ്മയോടുമുള്ള ദേഷ്യം മുഴുക്കെ ഇന്നിവിടെ ഞാൻ തീർക്കും എന്നുള്ളൊരു ഭാവത്തിൽ തന്നെയാണ് ചന്ദ്രബോസ് നിൽക്കുന്നത്. പക്ഷേ ശാലിനിയോ വിഷ്ണുവോ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയുന്നില്ല. അവർ വീട് മാറുന്ന കാര്യത്തെക്കുറിച്ചും സത്യാമ്മയുടെ മാറ്റത്തെക്കുറിച്ചും സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, IG ഹമീദും ചന്ദ്രബോസും ചേർന്ന് ആ വീട്ടിൽ നീ എന്തൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്
അതെല്ലാം തല്ലി തകർക്കുമോ? നസീറിൻ്റെ ശരീരഭാഗങ്ങൾ ശാരദാമ്മയുടെ വീട്ടുപറമ്പിൽ നിന്നും കുഴിച്ചെടുക്കുമോ? ഇതൊക്കെ അറിയുമ്പോൾ ശാലിനിയും വിഷ്ണുവും എങ്ങനെ പ്രതികരിക്കും എന്നുള്ള റിവ്യൂ ഒക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.